ഹലോ, ഇന്ന് നേപ്പാളിൽ പോഖറയിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ആദ്യം തന്നെ വന്നേ ഒരു കേവ് കാണാൻ വേണ്ടിയിട്ടോ, ഗുപ്തേശ്വർ മഹാദേവ് കേവ്. ഞാനിപ്പോൾ ഇതിനകത്തെത്തി. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ, സൈഡിലൊക്കെ അടുത്ത സൈഡിലൊക്കെ ആയിട്ട് ഉണ്ട്. ഇരുവശത്തുണ്ട്. ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെ ചില ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നാട്ടോ പറയുന്നത്, അറിയില്ല. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകാൻ കേട്ടോ. ഹലോ, ഇവിടെ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഒരു അമ്പലമുണ്ട്, ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ചിത്രീകരിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞാനിപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നതാണ്. രണ്ടുപേരും കൂടെ പോകുമായിരുന്നു, തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ അവരോട് വെച്ചാൽ പറഞ്ഞു അമ്പലത്തിൻ്റെ പരിസരം മാത്രമേ ഉള്ളൂ വീഡിയോ എടുക്കാൻ പറ്റാത്തുള്ളൂ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അമ്പലം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ താഴോട്ടുള്ള ഭാഗങ്ങൾ എടുക്കുകയാണ്. ഇത് കുനിഞ്ഞ് പോകണം, നമ്മൾ നേർന്ന് മാറ്റില്ല. ഇവിടെ കുറച്ച് കുഴപ്പമില്ല കേട്ടോ. ഞാൻ അവരെ വെറുതെ പറഞ്ഞതാണോ അറിയില്ല. ഫുള്ള് വെള്ളം ഒറ്റ കേട്ടോ. അയ്യോ, കണ്ടോ ഇവിടെ കുറച്ച് വലുതാട്ടോ. അതാ ഈ ഇവിടെ വേറൊരു ഒരു ഡേവിസ് ഫാളോ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. അവിടെ നിന്നുള്ള വെള്ളമാണെന്ന് തോന്നിട്ടോ വരുന്നത്. കണ്ടോ ദൂരെ കണ്ടോ നിങ്ങൾ? ആ വെള്ളമാണെന്നാണ് തോന്നുന്നത്. വളരെ മുഴുവൻ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ആയിരിക്കും കേട്ടോ അത് ഒഴുകിപ്പോകുന്നത്. എന്താ വന്നെ ഇവിടുത്തെ കല്ല് കണ്ടോ നിങ്ങൾ? ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരം ഒരു വെള്ളം പോലത്തെ നമുക്ക് ഈ കല്ല് നോക്കിയാൽ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു പാളി പോലത്തെ ഇങ്ങനെ ലെയറായിട്ട് നിൽക്കുന്ന ഒരു തരം കല്ല്. അതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ വൈറ്റ് കളറിലുള്ള ഉണ്ടോ, അവിടെയൊക്കെ ഒരു വൈറ്റ് കളറിലുള്ള കല്ലുകളുണ്ട്. ഇവിടെ അധികം ഇരുട്ടാണ്, ടോർച്ച് വേണ്ടിയായിരുന്നു. ഇവിടെ ഒരു വിഗ്രഹം ഉണ്ട് കേട്ടോ, ശിവനും പാർവതി നിൽക്കുന്ന. ഇത് ചുണ്ണാമ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇതൊക്കെ ചുണ്ണാമ്പാണെന്നാണ് തോന്നുന്നത്. ഇവിടെ കണ്ടോ, അവിടെ ഫുള്ള് വെള്ള കളറിൽ. അത് അവിടെ ഇതൊന്നും കാണൂല. അവിടെ ദീപം, താഴത്തെ ദീപം കൊളുത്തിയിട്ടുണ്ട് കേട്ടോ.
അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ആ വെള്ളച്ചാട്ടം. താഴെ നിന്ന് നോക്കിയാലേ ഓ നൈറ്റ്. കണ്ടോ കണ്ടോ നിങ്ങൾ? അടിപൊളി കേട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് 100 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. ഇത് കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ എൻ്റെ മൊബൈലത്. ഇതൊക്കെ ചുണ്ണാമ്പാണ് കേട്ടോ, ചുണ്ണാമ്പാണെന്നാണ് തോന്നുന്നത്. കണ്ടോ ഇതിനുള്ളിലൊക്കെ വെള്ളം കൂടുന്ന സമയത്തെ ഇവിടെയൊക്കെ വെള്ളം കൂടുതലുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ ഉണ്ടാവും. കണ്ടോ ഇതൊരു ചുണ്ണാമ്പാണെന്ന് തോന്നുന്നു. പിന്നെ മുകളിൽ നോക്കണ്ടോ. മുകളിലേക്കൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. പക്ഷേ അവിടേക്കൊന്നും വെളിച്ചത്തില്ല. ഏതാണ്ടൊരു എനിക്കൊരു 14 മീറ്റർ എന്തെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ ഇതിൻ്റെ ടോപ്പിലേക്ക്, ഈ ഗുഹേൻ്റെ ഉള്ളിലുള്ള. ഞാൻ തിരിച്ചു തുടങ്ങിക്കാത്ത ദാവീസ് പാളോ അങ്ങനെ എന്തോന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ. അവിടെ നിന്നുള്ള വെള്ളമാണെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ട വെള്ളച്ചാട്ടമല്ലേ അത്, ഇതിൽ നിന്ന് കാണുന്നത്. അപ്പോൾ അവിടെ ഒന്ന് പോകണം. അതാ ഇതിൻ്റെ നേരെ എതിർവശത്താണ്, ഈ ഗുഹയുടെ എതിർവശത്താണെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. വെള്ളം നല്ല വരുന്നുണ്ട്, ലീക്ക് ചെയ്യുന്ന പോലെ. കണ്ടോ ഈ കൽപ്പാളികളുണ്ട്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ. ഇനി അടുത്ത നോക്കി ദേവീസ് പാളിലേക്ക് പോവാം. ഇതൊരു റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞേ. പോയി നോക്കാൻ കഴിയും. പാത്താല് ദേവീസ് പാൾ എന്താണ് ദേവീസ് പാൾ. ഇവിടെയും ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. മാമ can I take video? വീഡിയോ ഇത് കണ്ടോ, അത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. സാധനം എന്താണെന്ന് എനിക്കറിയില്ല. കണ്ടോ
എൻ്റെ അമ്മ അതിനകത്ത് പോയിട്ട് മൊത്തം വിയർപ്പാ. കിട്ടണേ. ഇപ്പം നമ്മൾ പോയ ആ കേവില്ലേ, അതും ഈ വാട്ടർഫോൾ ആയിട്ട് എന്തൊക്കെയോ ഇതുണ്ട്. ആ ബാഗ് മേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്താ വെച്ചാൽ ആ കേവില്ലേ നമ്മൾ പോയ, അതും ഇവിടുത്തെ ഈ ദേവീസ് ഫോളോ ആയിട്ട് എന്തൊക്കെയോ കണക്ഷൻ കേട്ടോ. നമ്മൾ ഉള്ളിൽ നിന്ന് കാണുന്ന ഒരു വെള്ളച്ചാട്ടമില്ല, അത് ഇതാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ റോഡിൻ്റെ നേരെ അപ്പുറത്താണ് ആ കേവ് വരുന്നത്. അതുതന്നെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു അമ്പലമോ നമുക്ക് എന്താ തോന്നുന്നു. അപ്പോൾ ആദ്യം അത് പോയി നോക്കാം. അതിലെന്തൊക്കെയോ ഒരു നാണയം ഇട്ടിട്ട് സെൻറ്ററിൽ വീട്ടുള്ള ശ്രമമാണ്. എന്തോ ആചാരമുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിൽ ആരെയും വീണില്ല. ആണ് മൻകാമന ഭഗവതി ടെമ്പിളാണെന്നാണ് തോന്നുന്നത്. ഭഗവതി ആ ടെമ്പിളാണെന്നാണ് തോന്നുന്നത്. ഭഗവതി അവിടെ എഴുതി വെച്ചിരുന്നു. അതിലൂടെയും പോവാം. ഇതിലല്ല ഇതിൻ്റെ ഞാൻ കുറേയൊക്കെ ക്യാമറ പൊക്കി നോക്കി, പക്ഷെ കിട്ടുന്നില്ല. ഈ ഭാഗത്തെ കേവില്ലേ, അല്ല ഈ ഭാഗത്ത് ഇവിടെയും വേറൊരു വെള്ളച്ചാട്ടം. ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ ആ ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന ഈ ഭാഗമാണെന്ന് തോന്നുന്നു. പക്ഷേ അത് ക്യാമറ നോക്കിയിട്ട് കാണുന്നില്ല. അത് ഇതാണ് കേട്ടോ ദേവീസ്വം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടെ കാണാനുള്ളൂ. നമ്മളെല്ലാം ഇറങ്ങട്ടെ. ഇനി വേറെ എന്തെങ്കിലും നോക്കണം.